8th month വരെ എത്തിയെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ 3rd monthൽ നിൽക്കുവാണ് അല്ലേ? അടുത്തത് 4th മന്തിലെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഞാൻ 3rd month പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 4th മന്തിൽ ഒരു മേജർ മൈൽ സ്റ്റോൺസ് ആണ് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത്, അതായത് ഹെഡ് കൺട്രോൾ അല്ലേ. അപ്പോൾ നമുക്ക് ഹെഡ് ഹോൾഡിങ് നമ്മൾ 2-3 മന്തിലായിട്ടുണ്ട്. പക്ഷേ ഈ ഹെഡ് കൺട്രോൾ പൂർണ്ണമായിട്ടും വരുന്നത് അച്ചീവ് ആവുന്നത് ഈ 4th മന്തിലാണ്. ഈ ഹെഡ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ തല തിരിച്ചു നോക്കാനുള്ള കൺട്രോള് കുഞ്ഞിന് കിട്ടും. അതിനെയാണ് നമ്മൾ ഈ ഹെഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അച്ചീവ് ആവുന്ന മന്താണ് ഈ 4th മന്ത് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് നന്നായിട്ട് റാറ്റിൽസ് ഒക്കെ പിടിച്ചു തുടങ്ങുന്ന ടൈം ആയിരുന്നു ഈ 2-3 മന്ത്സ് ഒക്കെ അല്ലേ. ഇപ്പോൾ ഈ 4th എന്താ സംഭവിക്കുന്നത്, നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് റാറ്റിൽ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു കയ്യിൽ നിന്നും ഒരു കയ്യിലോട്ട് മാറ്റാനുള്ള ടെൻഡൻസിയും അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെൻറ്റിലോട്ട് പോകാനും കുഞ്ഞുങ്ങൾ കാണിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരാവുന്നതാണ്. ഈ 2-3 മന്ത്സിലൊക്കെ നമ്മൾ 2 hours 3 hours ഫീഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ 4th മന്തിലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞുങ്ങൾ ഡിമാൻഡിങ് ഫീഡിലോട്ട് പൂർണ്ണമായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാം. അതായത് കരയുന്ന സമയത്ത് നമ്മൾ ഫീഡ് കൊടുക്കുക, അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ആ ഒരു അച്ചീവ്മെൻറ്റും ഈ 4th മന്തിൽ മേജറായിട്ട് കാണാം. ചില കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് ചരിയാനുള്ള ടെൻഡൻസി കാണിക്കും. ചില കുഞ്ഞുങ്ങൾ എന്താ സംഭവിക്കുക, റോൾ ഓവർ ചില കുഞ്ഞുങ്ങൾക്ക് അച്ചീവായി എന്ന് വരും. അപ്പോൾ 4th മന്തിലെ മേജർ മൈൽസ്റ്റോൺസ് ഒന്നുകൂടി ഞാൻ പറയുവാണ്. 1, കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഹെഡ് കൺട്രോൾ ഉണ്ടായിരിക്കും. 2, കുഞ്ഞുങ്ങൾ റാറ്റിൽസ് ഒരു കയ്യിൽ നിന്ന് ഒരു കയ്യിലോട്ട് മാറ്റാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. 3, നന്നായിട്ട് ചിരിക്കും അല്ലേ കുഞ്ഞുങ്ങൾ. അതായത് ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ടേം ലാഫിംഗ് എന്ന് പറയാം. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ സംസാരിക്കുകയാണ്, മക്കളെ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കുഞ്ഞ് നല്ല രീതിയിൽ ഒച്ചത്തിൽ ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരാവുന്നതാണ്. അപ്പോൾ 4th മന്തിലെ ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഞാൻ നെക്സ്റ്റ് 5th മന്തിലെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 5th മന്തിലെ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഞാൻ പറയുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ.